വണ്ടേഴ്സ് വേൾഡിന്റെ ഓരോ ദിവസത്തെയും സെഷൻ വളരെ മനോഹരമാക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും അത് ഏറ്റെടുക്കുമ്പോഴാണ്. നമുക്കറിയാം, ഓരോ ദിവസവും പ്രഭാതത്തിൽ കേവലം ബിസിനസ് സ്ട്രാറ്റജികളും സെയിൽസും പഠിക്കുക എന്നതിനപ്പുറം ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു പുതിയ ജീവിത ശൈലി നമുക്ക് നേടിയെടുക്കുവാൻ നമ്മുടെ ഈ സെഷൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്നും ഇതിന്റെ വിജയയാത്ര തുടരുവാൻ കാരണം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ശ്രമങ്ങളും രാവിലെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനും ഹൃദയപൂർവ്വം നിങ്ങളെ അഭിനന്ദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എത്ര പേര് 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുണ്ട്? പറയണ്ട കേട്ടോ. 2 സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വ്യക്തി തന്റെ 65-ാമത്തെ വയസ്സിൽ, വയോധികനായിരിക്കുന്ന ഒരു വ്യക്തി ഈ 65-ാം വയസ്സിൽ ചിക്കൻ വിൽക്കുവാൻ ഇറങ്ങിയ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേണൽ സാൻഡേഴ്സ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഒരുപക്ഷെ നമ്മളൊക്കെ പലതവണ കയറി ഇറങ്ങി കഴിച്ചിട്ടുള്ള KFC എന്ന സംവിധാനത്തിന്റെ സ്ഥാപകൻ, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നറിയപ്പെടുന്ന KFCയുടെ സ്ഥാപകൻ തന്റെ 65-ാം വയസ്സിലാണ് ഒരു ആശയത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. തന്റെ ജീവിതത്തിലും തന്റെ ബിസിനസ്സിലും താൻ നേടിയെടുക്കുവാൻ ആഗ്രഹിച്ച ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങിയ എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ 65-ാം വയസ്സിൽ തന്റെ ഒരു റെസിപ്പി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു റെസിപ്പിയായി മാറുന്നു. KFCക്ക് ഏകദേശം 30,000-ഓളം ഔട്ട്ലെറ്റുകളുണ്ട് ലോകമെമ്പാടുമായിട്ട്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ചില രേഖകൾ തരുന്നതനുസരിച്ച് 31,000-ന് മേൽ ഉണ്ട്. രണ്ടാമത്തെ സാഹചര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായിരിക്കുന്നവരുടെ പട്ടിക എടുത്താൽ ഇന്ന് ആ പട്ടികയിൽ മാർക്ക് സുക്കൻബർഗ് എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരുടെയും പ്രായം 50കളിന് മുകളിലാണ്. ഹലോ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായിരിക്കുന്നവരുടെ പട്ടിക എടുത്താൽ അതിൽ മാർക്ക് സുക്കൻബർഗ്, നമുക്കറിയാം ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ, മെറ്റ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സ്ഥാപകൻ, മാർക്ക് സുക്കൻബർഗിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും 50 വയസ്സിന് മുകളിലാണ് അവരുടെ പ്രായം. പ്രിയമുള്ളവരെ, 65 വയസ്സുള്ള KFCയുടെ സ്ഥാപകനും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരായവരുടെ പട്ടികയിൽ പറയുന്നൊരു കാര്യമുണ്ട്: പ്രായം ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഒരു കാരണമല്ല എന്ന്. ഇനി KFCയുടെ സ്ഥാപകനിലേക്ക് വന്നാൽ ഏകദേശം 30,000-ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. 980കളിൽ അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക: തന്റെ ബിസിനസ് എങ്ങനെ നടക്കുന്നു എന്നറിയാൻ അദ്ദേഹം ഓരോ ദിവസവും ഒരു ഔട്ട്ലെറ്റിൽ പോകുവാൻ തീരുമാനിച്ചാൽ ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് എത്ര ഔട്ട്ലെറ്റിൽ പോകാൻ കഴിയും? സ്വാഭാവികമായിട്ടും 365 ദിവസം മാത്രമേ ഉള്ളൂ നമുക്കൊരു വർഷം. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 365 ഔട്ട്ലെറ്റുകളിൽ പോകാം. എന്നാൽ നമുക്കറിയാം 30,000-ഓളം ഔട്ട്ലെറ്റുകൾ അദ്ദേഹത്തിനുണ്ട്. ഇനി ഒരു ദിവസം 2 ഔട്ട്ലെറ്റിൽ പോകാൻ തീരുമാനിച്ചു. എത്ര ഇടങ്ങളിൽ പോകാൻ പറ്റും? കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേവലം 720 സംതിങ്. 3 സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചാലോ 900-ലധികം. ഒരു ദിവസം 4 ഔട്ട്ലെറ്റുകളിൽ പോകാൻ തീരുമാനിച്ചാലോ ഏകദേശം കണക്ക് കൂട്ടിയാൽ 1200-ലധികം. നമ്മളൊന്ന് ചിന്തിക്കണം, 30,000-ഓളം ഔട്ട്ലെറ്റുകളെ കൃത്യമായി കൊണ്ടുപോകാൻ ഇന്ന് അതിന്റെ സ്ഥാപകനായിരിക്കുന്ന വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ലെങ്കിൽ പോലും, ഇപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ആ ബിസിനസ് ഇന്ന് വളരെ വിജയകരമായി മുന്നേറുന്നു. 30,000 ഔട്ട്ലെറ്റുകളും കൃത്യമായി രാവിലെ തുറക്കുകയും അതിൽ ബിസിനസ് നടക്കുകയും വൈകുന്നേരം ക്ലോസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിൽ കൂടി അതിന്റെ ബ്രാൻഡിങ് കൃത്യമായി നടന്ന ശേഷം അത് മുന്നോട്ട് ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുത്ത് ഇന്നും അത് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതിന്റെ കാരണം
അതിന്റെ ഓണർ ആയിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തിരിക്കുന്ന കുറെ ആളുകൾക്കപ്പുറം അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം ഇന്ന് അതാണ്. എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയും? നമ്മൾ ഇല്ലെങ്കിൽ പോലും ഒരു പാസീവ് ഇൻകം നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സംവിധാനം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ KFCയുടെ ഓണറിനെ പോലെ ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ പോലും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഇക്കാര്യത്തില് ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് അത് സെയിൽസ് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ചെയ്തോട്ടെ. നമ്മൾ ഏത് രീതിയിലാണ് ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത്, ആ ബിസിനസ്സിന് കൃത്യമായ ഒരു ടീം ജനറേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ പലരും പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. പല കമ്പനികളുടെ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടുള്ളവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു 10ഓ 15ഓ പേരെ ഈ ബിസിനസ് ഏറ്റെടുക്കുവാനായിട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നതിനപ്പുറം ഇവിടെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത ബിസിനസ് താനെ പോകും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടിന്ന് ഈ ഒരു സൂം മീറ്റിങ്ങിൽ കയറുന്നത് പോലും വെറുതെ ആയിപ്പോകും. നിങ്ങൾ ഏറ്റെടുത്തത് പോലെ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സിൽ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാവണം. ഈ സിസ്റ്റത്തെ കൃത്യമായി ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായം ഇതിനൊരു പ്രശ്നമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ധനികരായിരിക്കുന്നവരുടെ പട്ടിക ഇന്ന് ലിസ്റ്റുകൾ വെളിയിലേക്ക് വിക്കിപീഡിയ പോലുള്ള സോഴ്സിങ്ങിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് അവരുടെ എല്ലാം പ്രായം 65, 80, 57 ഇതൊക്കെയാണ്. ആകെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി മാർക്ക് സുക്കൻബർഗ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്ക് സുക്കൻബർഗിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന്. നിങ്ങളിൽ പലരും നല്ല ശ്രമം ചെയ്ത് ഈ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും കുറെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല. മറിച്ച് ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ആശയങ്ങൾ അത്രമേൽ വലുതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ബിസിനസ്സിൽ കൃത്യമായ ഒരു സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയണം. സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റാത്ത പക്ഷം നമ്മുടെ കൂടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ കാലക്രമേണ അത് നഷ്ടപ്പെട്ടേക്കാം. എങ്ങനെ നല്ലൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ കഴിയും? ഏതൊരു ജോലിക്കും ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകാം. നിങ്ങളുടെ വീടുകളിലെ മുറികളിലേക്കൊന്ന് പോകാം. പ്രത്യേകിച്ച് വീട്ടമ്മമാർ കൈകാര്യം ചെയ്യുന്ന അടുക്കളയിലേക്കൊന്ന് പോകാം. അവര് കൃത്യമായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ കൈയെത്തും ദൂരത്തിൽ പല കാര്യങ്ങളും അവിടെ നടക്കുന്നത്. നമുക്കറിയാം, കുക്കറി ഷോയിൽ പോലും എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടാണ് അവരൊരു വീഡിയോ എടുക്കുക. എന്നാൽ വീട്ടിൽ ഡെയിലി നടക്കുന്ന കുക്കറിയിലോ, ഈ വീട്ടമ്മമാരുടെ കൈ അകലത്തിൽ കണ്ണടച്ചുകൊണ്ട് പോലും ഉപ്പ് എവിടെയാണ്, കടുക് എവിടെയാണ്, മല്ലിപ്പൊടി എവിടെയാണ്, തേയിലപ്പൊടി എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു. അവരുടെ അടുക്കളകൾ ഓരോ രീതിയിലും കൃത്യമായി അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപക്ഷെ ഇത് ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൂടുമ്പോഴോ അവര് കൃത്യമായിട്ട് അതെടുത്ത് ഒന്ന് റീഓർഗനൈസ് ചെയ്യും. ഒരുപക്ഷെ റൂമിന്റെ ഡിസൈൻ അനുസരിച്ച് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആകാനോ. കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു സംവിധാനം നമ്മുടെ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ അടുക്കളയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മനോഹരമായ രുചിയോട് കൂടി ഒരു ആഹാരം നമുക്ക് നമ്മുടെ വീട്ടുകാർ ഉണ്ടാക്കി തരുന്നത്. ഒരുപക്ഷെ വീട്ടമ്മമാരായിരിക്കുന്ന ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ, ഈ മീറ്റിംഗിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ? കൃത്യമായ രീതിയിൽ നിങ്ങളത് തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലേറ്റുകൾ വെക്കേണ്ടത് എവിടെയാണ്, ഓരോ ടൈപ്പ് പൗഡറുകൾ വെക്കേണ്ടത് എവിടെയാണ്, ഇല്ലെങ്കിൽ പൊടികൾ വെക്കേണ്ടത് എവിടെയാണ്. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ എത്രത്തോളം ദൂരം മാറ്റി വെക്കണം. ഇതൊരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. ഇനി ഒരു ഒഫീഷ്യൽ ആയിരിക്കുന്ന വ്യക്തിയുടെ ടേബിളിലേക്ക് നോക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ടേബിളും ഒരു നല്ല രീതിയിൽ ബിസിനസ്സിനെ ഏറ്റെടുത്ത് വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരാളുടെ ടേബിൾ നോക്കിയാൽ അയാളുടെ ജോലിയെ അയാൾ എത്രത്തോളം ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. എന്തിന്? നമ്മൾ ഡെയിലി വർക്കിനായിട്ട് കൊണ്ടുവന്ന ബാഗിനുള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഉള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ടേബിളിലാണെങ്കിലും ഈ ഒരു ഡെക്കോറം, ഒരു മര്യാദ അവിടെ പാലിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയും? നമുക്കറിയാം, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ വളരെ ഹൃദയപൂർവ്വം ഗൗരവത്തോടെ ഏറ്റെടുത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
ഈ ബിസിനസ്സിനെ നമ്മൾ എത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ, എത്രയേറെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടോ? പലരും പറയുക എന്താണ്, പലതവണ ശ്രമിച്ചു നോക്കി. പല ആളുകളും ഇതിനെ ഏറ്റെടുക്കുന്നില്ല. അല്ലെങ്കിൽ പല രീതിയിലും ഞങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കി. പലപ്പോഴും ശ്രമിച്ചുകൊണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചിലര് ഒരു 10 വർഷത്തേക്കുള്ള ബിസിനസ് 1 മാസം കൊണ്ട് ചെയ്തു നോക്കുന്നു. ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. എന്തായിരിക്കും അവരുടെ പ്രശ്നം? തങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടണമെന്ന് കൃത്യമായി അവര് ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ തയ്യാറാവുന്നു അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. കുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് പല കമ്പനികളും പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നു. എന്തുകൊണ്ടാണ്? ഒരു കുട്ടി പണ്ട് നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന പ്രായത്തിൽ ഒരുപക്ഷേ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് +1 അല്ലെങ്കിൽ 10ലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും അല്ലേ? "എടാ നമുക്ക് ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ +2ന് ഞാൻ കൊമേഴ്സ് ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ +1ൽ ഞാൻ സയൻസ് ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. ഇനി +2 കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം?" കാരണം കാലഘട്ടം അനുസരിച്ച് ട്രെൻഡിങ്ങുകൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ? 2000 എന്ന വർഷം അല്ലെ 2001, 2002 കാലയളവിലൊക്കെ ഈ നഴ്സിങ്ങിന് ഭയങ്കരമായ ഒരു ബൂമിംഗ് ഉണ്ടായി. നഴ്സിങ്ങിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട് ഇല്ലെന്നല്ല. പക്ഷെ ആ ഒരു ബൂമിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റെടുത്തത് നഴ്സിംഗ് ഏറ്റെടുത്തു. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ നഴ്സിംഗ് എന്ന സംവിധാനം ഏറ്റെടുത്തു. ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ബാംഗ്ലൂരിലേക്ക് പോയത് ആ സമയത്താണ്. കർണാടകയിലേക്കൊരു ബസ് റൂട്ട് തന്നെ ഇത്രയും ആക്റ്റീവായി വന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കുട്ടികൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് ഇത്തരം നഴ്സിംഗ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഴ്സിംഗിന് ഒരു ബൂമിംഗ് ഉണ്ടായപ്പോഴാണ്. ഓരോ കാലഘട്ടം അനുസരിച്ചപ്പോൾ അതിന്റെ രീതികൾ മാറും അല്ലേ? ഇന്ന് +2 കഴിയുന്ന കുട്ടികൾ ഏത് തിരഞ്ഞെടുക്കണം? ഡിഗ്രിക്ക് ഏത് വിഷയത്തിന് പോകണം? അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം? ഇങ്ങനെയുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഒരുപക്ഷെ കൂടെയുള്ള കൂട്ടുകാർ പറയുന്നു, "നമുക്ക് ഒരുമിച്ച് ബിഎസ്സി ഫിസിക്സ് എടുക്കാം." ഇത് കേട്ടുകൊണ്ട് ഈ കൂടെയുള്ള ആൾ പോയി എടുക്കുന്നു. എന്ത് പറ്റും? ആ എടുക്കുന്ന കുട്ടിക്ക് ഒരുപക്ഷെ അതായത് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോയ നമ്മുടെ സുഹൃത്തിന് ഒരുപക്ഷെ ബിഎസ്സി ഫിസിക്സ് നല്ലതായിരിക്കാം. ഇത് കേട്ടുകൊണ്ട് പുറകെ പോയ നമുക്കോ? ചിലപ്പോ പാതിയില് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പഴത്തേക്കും ഈ ഒരു വിഷയം തന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചിലര് ബ്രാഞ്ച് സ്വിച്ച് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ്? ഒരു കുട്ടിയുടെ കരിയർ എന്തായി തീരണം? തന്റെ ടേസ്റ്റ് ഏതാണ്? തനിക്ക് പഠിക്കേണ്ട, തിരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ഏതിലാണ് താല്പര്യമുള്ളത്? ഒരുപക്ഷെ ഒരു മൈൻഡ് സൈക്കോളജി പോലെ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ഇത് ഉപയോഗിച്ച് പഠിക്കാതെ, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാതെ, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ സ്വാധീനത്താലോ അല്ലാതെയോ നമ്മുടെ കുട്ടികൾ പോയി പഠിച്ചാൽ എന്താ സംഭവിക്കുക? ഡെഫിനിറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നീ ഒരു കോഴ്സ് സ്വിച്ചിങ് സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത വിഷയം ജീവിതത്തിൽ തന്നെ അവരുടെ വലിയൊരു തടസ്സം സൃഷ്ടിച്ചേക്കാം. കണ്ടോ? അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇത്തരത്തിലൊരു സഹായമായിട്ട് മാറുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ല നമ്മുടെ വിഷയം കേട്ടോ. ഇതെന്തിനാണ് പറഞ്ഞത്? ഒരു കൃത്യമായ ഡിസൈനിങ് നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. അതിനാദ്യം നമ്മളിലൊരു സെൽഫ് അനാലിസിസ് നടക്കണം. എന്തുകൊണ്ടാണ് ഒരു സെൽഫ് അനാലിസിസ് നടക്കേണ്ടത്? നമ്മൾ പലരും ഈ ബിസിനസ്സിനെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മുടെ ബിസിനസ്സിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അതോ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന ആവശ്യം മാത്രമാണോ? നമ്മുടെ ആവശ്യം പ്രധാനമായിട്ടും നമുക്കറിയാല്ലേ. എല്ലാവരുടെയും ആവശ്യം ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമാണ് ആത്യന്തികമായി ചിന്തിക്കുന്നതെങ്കിൽ ഈ ബിസിനസ് ഒരു പൈസ ഉണ്ടാക്കുന്ന മെഷീനായി മാറും. അങ്ങനെ ഉണ്ടായാൽ അത് കുറച്ച് നാൾ ഓടുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം പൈസ ഉണ്ടാക്കണം എന്നൊരു സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിൽ അത് അങ്ങനെ ഓടും. മറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കണം. ഫ്യൂച്ചർ സിസ്റ്റമാറ്റിക് ആകണം. ഇതിനൊരു കൺസിസ്റ്റൻസി വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അതിന് കൃത്യമായ ഒരു ഡിസൈൻ രൂപപ്പെടും. നമുക്കറിയാം ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്തുകൊണ്ട് പേയബിൾ ആകുന്നില്ല? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫേസ്ബുക്കോ, ഇൻസ്റ്റാഗ്രാമോ, വാട്സപ്പോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇന്ന് വരെയും അതൊരു പേയബിൾ ആകുന്നില്ല. ആരെങ്കിലും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഇത്ര രൂപ പേ ചെയ്താലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? ആഫ്റ്റർ ഓൾ അതൊരു ഫ്രീ ആയ ആപ്പാണ്. ഫ്രീ ആയ ആപ്പ് എന്തുകൊണ്ട് ഇന്നും ഫ്രീ ആയിട്ട് തുടരുന്നു?
നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പുകൾക്കും അതിന്റെ പിന്നിൽ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വേൾഡ് വൈഡ് പബ്ലിസിറ്റി തന്നെയാണ്. ഇന്നൊരു SMS അയക്കുന്ന വ്യക്തി നമുക്കറിയാലോ, ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു 10-20 വർഷം ബാക്കിലേക്ക് പോയാൽ SMS മാത്രം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനം നമുക്കുണ്ടായിരുന്നു. മെസ്സേജിംഗ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഫോൺ കോൾ ചെയ്യുന്നതോടൊപ്പം SMS ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ പ്ലാറ്റ്ഫോമിനെ മാറി ചിന്തിക്കുവാൻ നമ്മളെ സഹായിച്ച ഒരു സോഫ്റ്റ്വെയർ വാട്സപ്പ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വാട്സപ്പ് പോലെ പിന്നെ മറ്റനേകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്പുകൾ നമുക്ക് വന്നിട്ടുണ്ട്. എങ്കിലും വാട്സപ്പിന്റെ ആ ഒരു പ്രത്യേകത ഇന്നും എന്റെ തട്ട് താണിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ ബിസിനസ്സിനെയും ഓരോ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിനുവേണ്ടി പണിയെടുക്കണ്ട, അത് നമുക്ക് വേണ്ടി പണിയെടുക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ? ഞാൻ വീണ്ടും വരുന്നു, നമ്മളുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഏതാനും ചില പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ്വർക്കോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു 3-4 സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിസ്റ്റം ബിൽഡിംഗ് എന്നുള്ളതിനുള്ള 3-4 കാരണങ്ങൾ. ഒരുപക്ഷെ നല്ല ടീം ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. നിങ്ങൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ ആഡ് ഓൺ ആയിട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ടാകാം. പക്ഷെ ഇതിനപ്പുറം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസിനെ ബിൽഡ് ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസ്പെക്ടിംഗ് സിസ്റ്റം. എന്താണ് പ്രോസ്പെക്ടിംഗ് സിസ്റ്റം? നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ പറയില്ലേ, ഒരു ബിസിനസ്സിൽ സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട്. നമ്മൾ പല കാര്യത്തിലും കേട്ടിട്ടുണ്ട് അത്. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ പ്രോസ്പെക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള ടൂളുകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ കോൺടാക്റ്റിംഗ് ലിസ്റ്റുകളെ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഏതെങ്കിലും 10 പേരെ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ എത്ര കോൺടാക്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിനെ എത്രത്തോളം നിങ്ങളുടെ ബിസിനസ് എത്തിക്കുവാനുള്ള രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നമുക്കറിയാം, ഓരോ ബിസിനസ്സിനും ഓരോ രീതികളുണ്ട് അല്ലെ? ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ട്. നമ്മളുടെ ബിസിനസ്സിനെ ഏറ്റെടുത്താൽ നമ്മൾ ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തെ എങ്ങനെ മറ്റൊരാളിലേക്ക് കൊടുക്കണം എന്നത് അത് കൃത്യമായി ഓർഗനൈസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് പ്രോസ്പെക്ടിംഗ് സിസ്റ്റം. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിനെ അവരിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരായിക്കോട്ടെ, അവരിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് മെത്തേഡുകൾ ചിന്തിക്കണം. ഒരുപക്ഷെ അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയി മീറ്റ് ചെയ്തിട്ടായിരിക്കാം. ഇനി അതെല്ലാം നമുക്ക് വേണ്ടി നമ്മളൊരു ഇവന്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഇന്ന് നമുക്കറിയാം, സ്കൂളുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്, ടീച്ചേഴ്സ് ഫ്രീ ആണ്, അതുപോലെ കുട്ടികൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഇവരുടെ അവൈലബിലിറ്റി ഉള്ള സമയത്ത് ഇത് ഏറ്റെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാതെ ക്ലാസ് തുടങ്ങിയിട്ട് ഇവരെ ഏറ്റെടുക്കാൻ ചെന്ന് കഴിഞ്ഞാലോ, അവർ പറയും ഞങ്ങൾ തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ വെള്ളി വരെ ഞങ്ങൾ തിരക്കിലാണ്. പിന്നെ പോയിട്ട് ശനിയും ഞായറും അവർ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇതൊരു വീക്കിലി ബിസിനസ് ആവും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നാൽ അവർ ഈ ബിസിനസ് ഏറ്റെടുക്കില്ല. കാരണം അവരുടെ മെയിൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മെയിൻ പ്രൈമറി എയിമിലുള്ളത് അവരുടെ സ്കൂളിംഗ് തന്നെയായിരിക്കും. ഇനി കുട്ടികളിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടതെങ്കിലോ, അതിന് ഏറ്റവും ഐഡിയലായ സമയം ഇപ്പോഴാണ്. കാരണം അവർ അവൈലബിൾ ആയിരിക്കുന്ന സമയം ഇപ്പോഴാണ്. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അവർ തിരക്കിലാവും. എന്തുകൊണ്ട് ഈ ഒരു സമയത്തെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? അവിടെ പ്രോസ്പെക്ടിംഗ് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ സംഗതി പ്രസന്റേഷൻ സിസ്റ്റമാണ്. പ്രസന്റേഷൻ സിസ്റ്റം, ഈ പ്രസന്റേഷൻ സിസ്റ്റത്തെ കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എത്രയൊക്കെ മീറ്റിങ്ങുകൾ പങ്കെടുത്താലും, ഏതൊക്കെ പ്രോഗ്രാമുകൾ, ഇവന്റുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പല പല പ്രോഗ്രാംസുകൾ നമുക്ക് വരുന്നുണ്ട്. ട്രെയിനിങ് ആയിക്കോട്ടെ, ഇവന്റുകൾ ആയിക്കോട്ടെ, മന്ത്രിയുള്ള പ്രോഗ്രാംസ് ആയിക്കോട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സിസ്റ്റത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നതോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ആകമാനമായിരിക്കുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടന്നു ഒരിടത്ത്. ആ ഇന്റർവ്യൂവിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ആ വ്യക്തിയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാം? അവിടെ ഇരുന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, സാധാരണ ഒരു സാധനം,
പേനയോ പേപ്പറോ പോലുള്ള എന്തോ ഒരു വസ്തു എടുത്ത് കൊടുത്തിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും? ഒരു നല്ല മാർക്കറ്റിംഗ് മാൻ അപ്പോൾ ചിന്തിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, ഇതിന്റെ യൂണിക് സെല്ലിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ USP എന്താണ്. ഇത് കൃത്യമായിട്ട് ഫീച്ചർ വൈസ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതിനെ മറ്റൊരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനോ മാർക്കറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. അല്ലാതെ ഏതോ ഒരു ആപ്പ് ഓൺലൈനിൽ മറ്റേ ആൻഡ്രോയിഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതല്ല. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളോട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് കാര്യത്തെയും നിങ്ങൾ ഏറെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ തിരിച്ചറിയും. അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കും മറ്റൊരാൾക്ക് അത് റെക്കമെൻഡ് ചെയ്യുക. Am I right? അത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതോടുകൂടി ആ സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കും. ആ ഫീച്ചേഴ്സുകൾ അറിഞ്ഞ ശേഷമാണ് നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനെ പ്രിയമുള്ളവരെ മറ്റുള്ളവർ ഏറ്റെടുക്കണമെങ്കിൽ ഇത് നമ്മൾ നന്നായി പഠിക്കണം. ഇത് നന്നായിട്ട് പഠിക്കുവാനുള്ള ഓരോ അവസരങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങളിലും കിട്ടുന്നു, ഓരോ ആഴ്ചയിലും കിട്ടുന്നു. ഇനി ഒന്നും വേണ്ട, വ്യക്തിപരമായിട്ട് പഠിക്കാനാണെങ്കിൽ നമുക്കറിയാം യൂട്യൂബിൽ നമ്മുടെ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാനുകൾ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ പ്ലാനുകൾ പഠിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ബിസിനസ്സിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അതിന് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രസന്റേഷൻ തയ്യാറാണ്. അതാണ് പ്രസന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിനെ ഒരു 1 to 1 ആയിട്ട്, അല്ലെങ്കിൽ ഒരാൾ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കണോ, ഓൺലൈൻ വഴി സംസാരിക്കണോ, അതായത് സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു സൂം മീറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു സൂം മീറ്റിംഗിൽ 40 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഹലോ, 40 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സുധീർ സാറേ, ഒരാളോട് ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ 40 മിനിറ്റ് നമുക്ക് വേണോ? കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 മിനിറ്റ് വേണ്ട എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയണം. 1 മണിക്കൂർ കൊണ്ടല്ല ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യേണ്ടത്. ഓരോ വീഡിയോകൾ നമുക്കറിയാം, യൂട്യൂബിൽ ധാരാളം ലക്ഷക്കണക്കിന് വീഡിയോകൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിൽ എത്ര വീഡിയോ കാണുന്നുണ്ട്? ഒരു വീഡിയോ അദ്ദേഹത്തെ കാണിക്കുവാൻ കൃത്യമായി ആദ്യത്തെ 3 മിനിറ്റിൽ ഒരു ഹുക്കിംഗ് നടന്നില്ലെങ്കിൽ തുടർന്നുള്ള 10 മിനിറ്റുള്ള വീഡിയോ ഒരു വ്യക്തിയും കാണില്ല. ഹലോ, ഒരു യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ ആദ്യത്തെ 3 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു ഹുക്ക് വീഴണം. അപ്പൊ എന്ത് പറ്റി? 10 മിനിറ്റിന്റെ ദൈർഘ്യമുള്ള വീഡിയോകൾ ഇപ്പൊ പോയി. ഇപ്പൊ യൂട്യൂബ് ഷോർട്സ് ആണ് ട്രെൻഡിങ്. യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 30 സെക്കൻഡ് മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ 30 സെക്കൻഡോ 1 മിനിറ്റ് താഴെയുള്ള റീൽസുകൾക്കാണ് ഇത് പ്രാധാന്യം. അപ്പോൾ വീണ്ടും എന്ത് പറ്റി? ഒരു ഹുക്കിംഗ് ഉണ്ടാക്കേണ്ട 3 മിനിറ്റ് എന്നത് ചുരുങ്ങി. ഇന്നത് ആദ്യത്തെ 3 സെക്കൻഡിനുള്ളിൽ ഒരു ആളുടെ മനസ്സിലേക്ക് അത് ഹുക്ക് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ ഒരാൾ കാണില്ല. നമ്മുടെ ബിസിനസ്സും ഇതുപോലെ ഒരാളോട് സംസാരിക്കാൻ 10 മിനിറ്റ് ആണ് കിട്ടുന്നെങ്കിൽ ആദ്യത്തെ 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിലേക്ക് ഇംപ്രസീവ് ആകുന്ന, അദ്ദേഹത്തിന്റെ പെയിൻ പോയിന്റിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നീഡിനെ പരിഹരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുവാൻ അവർക്ക് ഓരോരുത്തർക്കും കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെ വരണമെങ്കിൽ കൃത്യമായ മെത്തേഡ് ഓഫ് പ്രസന്റേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മളത് പരിശീലിച്ചിരിക്കണം. അത് ഏത് രീതിയിൽ നമ്മൾ പരിശീലിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പുതിയ ആളുകളെ കണ്ടെത്തുവാനും അവരിലേക്ക് ഇത് എത്തിക്കാനും കഴിയും. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് കാരണം, പ്രസന്റേഷൻ പലപ്പോഴും ഇപ്പോഴും പലർക്കും ഒരു കീറാമുട്ടിയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ കൂടെ പഠിക്കുന്ന ചില കുട്ടികൾ നല്ല പ്രാസംഗികരാണ്, അല്ലെ? ഒരുപക്ഷെ ക്ലാസ്സിൽ, സ്കൂളുകളിൽ ചില ആനിവേഴ്സറികൾ അല്ലെങ്കിൽ ചില കലോത്സവം പോലുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിൽ പ്രാസംഗികരായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പ്രത്യേക കഴിവുള്ളവരെ സെലക്ട് ചെയ്ത് ആ സ്കൂൾ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇവർക്ക് മാത്രമേ എന്താണ് ഇത്ര പ്രത്യേകത? അവർ അതിൽ സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇൻബോൺ ടാലന്റിനെ പോളിഷ് ചെയ്തവരാണ്. ഇത് പറഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. എന്നെ പോളിഷ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്ന ഇൻഫോർമേഷനിൽ ഞാൻ കോൺഫിഡന്റ് ആണെങ്കിൽ, ഞാൻ അത് ഏത് വേദിയിലും കൊടുക്കാൻ എനിക്ക് കഴിയും. അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ കൃത്യമായ പരിശീലനം ആവശ്യമാണ്. പല ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ, സാറേ പറയാൻ എനിക്കറിയില്ല, പറയാൻ പേടിയാണ്. നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കൂ. പല ആവർത്തി നമുക്ക് തെറ്റുപറ്റും. ചില വാക്കുകൾ കിട്ടാതെ പോകും. ഇതൊക്കെ സംഭവിച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ആ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണമെങ്കിൽ ഒന്ന് പഠിക്കണമെന്നേ.
ഞാൻ നേരത്തെ പറഞ്ഞു 50 വയസ്സിന് മുകളിലുള്ളവരാണ് ലോകത്തിലെ ധനികരായവരുടെ പട്ടികയിലുള്ളവരുടെ പ്രായം. 80ഉം 70ഉം 60ഉം 65ഉം വയസ്സുള്ള ആളുകൾ. ഇവർ അവരുടെ ബിസിനസ്സിൽ മാറി ചിന്തിക്കാൻ തയ്യാറായത് എങ്ങനെയാണ്? പുതിയ ഇൻഫർമേഷനെ പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണ്. നമ്മൾ പലരും പറയും പഠിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു അല്ലേ? എവിടെയാണ് പഠിക്കുന്ന പ്രായം കഴിഞ്ഞത്? നിങ്ങളിൽ പലരും ഒരുപക്ഷേ ഇന്ന് കാണുന്ന സ്മാർട്ട് ഫോണിലേക്ക് മാറിയത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ? കീപാഡ് ഉപയോഗിച്ചുള്ള ഫോൺ ഉപയോഗിച്ച് നിന്ന് ശീലിച്ചിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നും ടച്ച് ഫോണിലേക്ക് നമ്മൾ മാറിയപ്പം എത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വന്നു. 60ഉം 70ഉം വയസ്സുള്ള ആളുകൾ ഇന്ന് അവരുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് മെസ്സേജുകൾ അയക്കുന്നു, ഡോക്യുമെന്റുകൾ അയക്കുന്നു, ഗാലറിയിൽ ഫോട്ടോസ് എടുത്ത് ഫോർവേഡ് ചെയ്യുന്നു. ഇനി വീഡിയോ കോൾ ചെയ്യാൻ ഒരാളുടെയും ഹെൽപ്പ് വേണ്ട. നിങ്ങളുടെ പ്രായത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് Zoomൽ കയറിയത് നിങ്ങളുടെ മക്കളോട് ചോദിച്ചിട്ടാ? ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് Zoomനകത്ത് ആരെങ്കിലും പഠിപ്പിച്ചോ നിങ്ങളെ? ഏതോ ഒരു മൊമെന്റിൽ നിങ്ങൾ പഠിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് വരെയും പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഓരോ ദിവസവും അത് ചെയ്യുന്തോറും നിങ്ങൾക്ക് അതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും Zoom മീറ്റിംഗിൽ എങ്ങനെ ക്യാമറ ഓഫ് ചെയ്യണമെന്നുള്ളത് ഞാൻ പഠിപ്പിക്കണ്ട. കാരണം നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അതാണ്. ഒരു മീറ്റിംഗിൽ കയറിയാൽ എങ്ങനെ ക്യാമറ ഓൺ ആക്കാതിരിക്കാം എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. അല്ലേ? ഞാൻ പറഞ്ഞത് ഓരോ കാര്യത്തെയും പഠിച്ചതിന് ശേഷം മാത്രമേ അത് വെളിയിലേക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നമ്മുടെ ബിസിനസ്സിനെ നിങ്ങൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു സാധ്യതയാണ്. വലിയൊരു എന്താ പറയുക, ഒരു പുതിയ ചരിത്രം കുറിക്കാൻ കഴിയുന്ന, ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ വലിയൊരു സംവിധാനത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന, നോൺ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ വരാൻ പോകുന്ന കാലത്ത് നമുക്ക് അവിടെ വലിയൊരു പേര് നേടിത്തരാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ദൃഢനിശ്ചയം ചെയ്യാം. നമ്മളുടെ ബിസിനസ്സിനെ പഠിച്ചേ ഞാൻ ചെയ്യൂ എന്ന് ചിന്തിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രസന്റേഷൻ സിസ്റ്റം അവിടെ കംപ്ലീറ്റ് ആവുന്നു. മൂന്നാമത്തെ സിസ്റ്റം ഓൺ ബോർഡിംഗ് സിസ്റ്റം ആണ്. ഓൺ ബോർഡിംഗ്. എന്താണ് ഈ ഓൺ ബോർഡിംഗ് സിസ്റ്റം? ഒരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കൊള്ളട്ടെ, അതിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലൂടെ മാത്രമേ അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കണം. പലരുടെയും പ്രശ്നം എന്താ? ഇന്ന് ചെന്ന് ബിസിനസ് പറഞ്ഞു. നാളെ പേയ്മെന്റ് അവരെടുത്ത് വെക്കും. എന്നിട്ട് ചെന്ന് ഉടനെ ക്ലോസ് ചെയ്യാം എന്നാണ് നമ്മുടെ ചിന്ത. ഒരുപക്ഷെ നമ്മൾ ആ ആഗ്രഹത്തോടെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിന് വെയിറ്റ് ചെയ്ത്, അതിനെ കൃത്യമായ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു യഥാർത്ഥ മാർക്കറ്റിംഗ് പേഴ്സൺ അഥവാ സെയിൽസ്മാൻ എന്ന് പറയാൻ കഴിയുള്ളൂ. കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി, അവരുടെ നീഡിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ ആരാണ്? നമ്മൾ സെയിൽസ്മാൻ ആണ്. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയൊരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ബിസിനസ്സിനെ മറ്റൊരാളിലേക്ക് കൃത്യമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് അവരോട് പറയണമെങ്കിൽ, അതിന് കൃത്യമായ സമയമെടുക്കണം. മണ്ടൂസ് എന്ന് പറയുന്നൊരു കഥാപാത്രം പണ്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷേ ഈ ഒരു കഥാപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓരോ ദിവസവും ഒരു ചെടി കുഴിച്ചു വെച്ചിട്ട് അത് എന്നും രാവിലെ പോയി പറിച്ചു നോക്കും. അപ്പം അദ്ദേഹത്തിന്റെ ഓണർ ചോദിക്കും, "എന്തിനാണ് മണ്ടൂസേ നീ എന്നും പോയി ഈ ചെടി പറിച്ചു വരുന്നത്?" "അത് ഞാൻ വളരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്." ഹലോ? കുഴിച്ചു വെച്ച ചെടി എല്ലാ ദിവസവും പറിച്ചു നോക്കിയിട്ടല്ല അതിന്റെ വളർച്ച അറിയേണ്ടത്. ആ ചെടിയെ കൃത്യമായി പരിപാലിച്ച് അതിന് വെള്ളമൊഴിച്ച് അത് വളർന്നു വരാനുള്ള സമയം അനുവദിക്കണം. അതിന് സീസൺസുമായിട്ട് ബന്ധമുണ്ട് ല്ലേ? ഒരു ചെടി വളരുന്നതിന് കൃത്യമായ സമയം വേണം, വെള്ളം വേണം, മറ്റേ സൺലൈറ്റ് ആവശ്യമാണ്, സൂര്യപ്രകാശം. ഇത് കൃത്യമായ ഒരു സമയമെടുത്തേ വളരുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബിസിനസ്സും. ഒറ്റ ദിവസം കൊണ്ട് 10ഓ 100ഓ പേരിലേക്ക് ഈ സിസ്റ്റം ഡെവലപ്പ് ആവില്ല. നമ്മൾ കൃത്യമായിട്ട് സമയമെടുത്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയാൽ, നിങ്ങൾ ഓർക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30,000 ഔട്ട്ലെറ്റ് ഉള്ള KFC ഇന്ന് അതിന്റെ ഓണർ ആയിരിക്കുന്ന കേണൽ സാൻഡേഴ്സ് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ആ സിസ്റ്റം ഇന്നും 10 15,000 20,000 30,000 ഔട്ട്ലെറ്റുകളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുമാന മാർഗമാവുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ രുചിക്ക് കാരണമാവുന്നു. അതിനെ ഏറ്റെടുക്കുന്ന ഒരു പുതിയ തലമുറ ഇന്ന് അവശേഷിക്കുന്നു. അതിനിയും തുടരുക തന്നെ ചെയ്യും. കാരണം എന്താണ്? വൺസ് ആ സിസ്റ്റം ഡിസൈൻ ചെയ്തത് വളരെ കൃത്യമായിട്ടാണ്. ആദ്യമായി ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ നമ്മൾ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. 65 വയസ്സുള്ള അദ്ദേഹം പല കടകളിലും കേറി അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഈ ചിക്കൻ അവിടെ വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? ഈ ചിക്കൻ ഏറ്റെടുക്കാൻ അവര് തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം. എന്നിട്ട് അവര് പറഞ്ഞതോ, ചിക്കൻ വിറ്റ് പോയാൽ മാത്രം പൈസ നിങ്ങൾക്ക് തരാം എന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊമോഷൻ അദ്ദേഹം ആദ്യം ചെയ്തത്. ആ സമയത്ത് വിറ്റ് പോകാതെ വന്ന ചിക്കൻ കിലോ കണക്കിന് അദ്ദേഹം മണ്ണിട്ട് മൂടി എന്നും പറയുന്നുണ്ട്.
ഒന്ന് ഓർക്കുക, നമ്മളൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടല്ലേ, മിച്ചം വരുന്ന ഫുഡ് കുഴികുത്തി മൂടേണ്ട ചില സാഹചര്യങ്ങൾ. എപ്പോഴും അല്ല കേട്ടോ. ഒരു ബിസിനസ്സിനെ കൃത്യമായി ഏറ്റെടുത്ത് അത് ലക്ഷ്യത്തിൽ എത്തിക്കണമെന്ന ആഗ്രഹം പലപ്പോഴും മണ്ണിട്ട് മൂടിപ്പോയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊന്നും എന്നെ കൊണ്ട് വർക്കൗട്ട് ആകില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിച്ചിട്ട് നമുക്കുണ്ടായിരുന്ന കഴിവുകളെ മൂടിക്കളഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഓരോ സിസ്റ്റവും കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ആ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുവാനും അത് പ്രസന്റ് ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ കാലം മുന്നോട്ട് പോകവേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റെടുത്തിരിക്കുന്ന സമയം പൂർത്തിയാകവേ ആ ബിസിനസ് നാളെ നാമ്പിടുക തന്നെ ചെയ്യും. അത് വലിയ ചെടിയും മരവും വൃക്ഷവുമായിട്ട് മാറുക തന്നെ ചെയ്യും. അത് പലർക്കും തണലായി മാറും. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ കുട്ടികളുടെ ഓരോ ആവശ്യത്തിനും അതൊരു കാരണമായി തീരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ കിട്ടാത്തത്? പലപ്പോഴും ഇത്രയെല്ലാം സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടും നമ്മുടെ നാട് ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടും ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളെ വിട്ട് മാറാതെ നമ്മളെ ഇപ്പോഴും അത് പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റെടുക്കുന്ന സിസ്റ്റത്തെ പഠിക്കുവാനോ, പഠിച്ചതിന് ശേഷം മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്യുവാനോ, അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിഞ്ഞിട്ടും നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3-4 മാസങ്ങളിലായിട്ട് നമുക്ക് എത്രയോ ഓഫറുകൾ കമ്പനി തന്നു. ഓരോ മാസവും ഓരോ കോൺടെസ്റ്റുകൾ നമുക്ക് വെച്ചു. നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുവാനുള്ള പല മെത്തേഡുകളിലും നിങ്ങൾക്കുള്ള ഓഫറുകൾ കമ്പനി തന്നിരിക്കുന്നു. നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ കുറ്റങ്ങളോ കാരണങ്ങളോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനാണ് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് മലയാളി മൈൻഡ് സെറ്റുകളുടെ പ്രത്യേകത അതാണ് കേട്ടോ. നന്നായില്ലെങ്കിലും മറ്റുള്ള ഒരു കാര്യത്തിന്റെ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് മലയാളികളുടെ പ്രത്യേകതയാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് നോക്കൂ. എത്ര മനോഹരമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ സിസ്റ്റംസ് ഇന്ന് പല കമ്പനികളും മുന്നോട്ട് വെച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അവിടെ മൊണോപ്പൊളിയായി മാറാൻ കഴിയുന്ന, AI സംവിധാനത്തോടു കൂടി ഡിജിറ്റലൈസ്ഡും ഓട്ടോമേറ്റഡുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടേത്. എന്തുകൊണ്ട് ആ അഭിമാനത്തോടെ, ആ ഗൗരവത്തോടെ നമുക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? പ്രിയമുള്ളവരെ, അത് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മളിപ്പോൾ കേട്ടതുപോലെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയണം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? 3 രീതിയിലുള്ള സിസ്റ്റംസ് ആണ് ചിന്തിച്ചത്. ഒന്ന് പ്രോസ്പെക്റ്റീവ് സിസ്റ്റം. ഒരു ബിസിനസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ബിസിനസ്സിനെ എങ്ങനെ മറ്റൊരാളിലേക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത് പ്രസന്റേഷൻ സിസ്റ്റം ആയിരുന്നു. പ്രസന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാതെ ആ പ്രസന്റേഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ബിസിനസ്സിൽ ഏത് രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടണമോ അതിനുവേണ്ടി കൃത്യമായി ഇത് പഠിക്കുക തന്നെ വേണം. പഠിക്കണ്ടേ? എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് 4000 രൂപയ്ക്ക് ഇന്ന് കൊടുക്കുന്നു? എന്തുകൊണ്ടാണ് അതിന് 4720 രൂപ ഇൻക്ലൂഡിങ് GST കൊടുക്കേണ്ടി വരുന്നത്? പ്രൊഡക്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് GST? ഒരു പ്രൊഡക്റ്റിൽ GST വെക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ എന്തുകൊണ്ട് GST ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഇനി ഓഫർ കൊടുക്കുമ്പോൾ പോലും അതിൽ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് പേ ഔട്ട് കിട്ടുന്നത്? ഇതൊക്കെ പഠിക്കണ്ടേ? നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമല്ലേ നാളെ ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റുള്ളൂ. പല ആളുകളും പറയുന്നത് എന്താണ്? ആളെ ചേർക്കുന്ന പരിപാടികളെല്ലാം തന്നെ ലോകത്തിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ഇല്ലാതായി പോകും. നമ്മൾ ഈ സിസ്റ്റത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ മനോഹരമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തൊക്കെ നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചെടുക്കാതെ കിട്ടുന്ന പേ ഔട്ട് കുറഞ്ഞു പോകുന്നു എന്ന ചിന്തയാണ് നമ്മളിലുള്ളതെങ്കിൽ, പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ മീറ്റിംഗിൽ ഒരുപക്ഷെ എനിക്ക് കോര സാർ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. സാറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തെ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് പലരും ഇതിന്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട്, അറിവില്ലായ്മ മൂലം പലപ്പോഴും അവർ ചെയ്യുന്ന ബിസിനസ്സുകൾ തകർന്നു പോവുകയാണ് പതിവ്. ഇത് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. മൂന്നാമതായിട്ട് നമ്മളൊരു ഓൺ ബോർഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. എന്താണ് ഓൺ ബോർഡിംഗ്? ഒരു ബിസിനസ് ഒരാളിലേക്ക് എത്തിക്കുമ്പോൾ അയാളിലേക്ക് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനൊരു സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് കൊടുത്ത് നാളെ ക്ലോസിംഗ് നടക്കുക വളരെ ചുരുക്കമാണ്. സ്പോട്ട് ക്ലോസിംഗ് നടക്കുന്ന ബിസിനസ്സുകളുണ്ട്, വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനപ്പുറം ഒരു ബിസിനസ്സിനെ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഏറ്റെടുക്കണമെങ്കിൽ അത് സമയബന്ധിതമായിട്ട്, ഒരുപക്ഷെ 2-3 ദിവസം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹത്തിലേക്ക് ഈ ആശയം എത്തിക്കേണ്ടത്. നമുക്കറിയാം, കേവലം 4000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും പല കുടുംബങ്ങളിലും അത് ഏറ്റെടുക്കുവാനുള്ള, അല്ലെങ്കിൽ ആ പൈസയ്ക്കുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിന് ചെറിയൊരു ഡിലേ വന്നേക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ പ്രൊഡക്റ്റിനെ മറ്റു 4 പേരിലേക്ക് അതേ ആശയം എത്തിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ആ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആകും എന്നുള്ളതാണ് സത്യം. അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഓഫർ അനുസരിച്ച് 4 പേരിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്രീ ആയി ഉപയോഗിക്കും എന്നുള്ളതാണ് സത്യം.
അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റെടുക്കണമെങ്കിൽ ഇത്തരം സിസ്റ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. സിസ്റ്റം ബിൽഡിങ്ങിന്റെ കഥ ഇവിടെ തീരുന്നില്ല. നമ്മൾ അടുത്ത ദിവസം തുടരും. ഓരോ ദിവസവും പഠിക്കുന്നത് ഏകദേശം 10ഓളം സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റത്തെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചെങ്കിൽ മാത്രമേ അത് കൂടുതലും മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ജീവിതത്തിൽ സിസ്റ്റം ബിൽഡ് ചെയ്യാതെ ലൈഫിൽ ഒരാളും രക്ഷപ്പെട്ട ചരിത്രം ഇന്ന് വരെ ഇല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.